എനിക്ക് 18 വയസ്സുണ്ടാകുമ്പോഴാണ് എൻ്റെ ഉമ്മ മരണപ്പെടുന്നത്. ഈ വർഷം എൻ്റെ ഉമ്മ പോയിട്ട് 5 വർഷം. ഈ 5 വർഷത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താ അറിയാം, നമ്മുടെ പാരൻസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുക ഒരു പട്ടി കുഞ്ഞും ഉണ്ടാവില്ല. സിമ്പത്തറ്റിക് ആയിട്ട് നമ്മളുടെ കൂടെ വരാൻ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ആരും നമ്മുടെ അമ്മ നമുക്ക് ചെയ്തു തരുന്ന പോലെ ഉണ്ടല്ലോ, ആരെ കൊണ്ടും കൂട്ടിയാൽ കൂടില്ല, ആരെ കൊണ്ടും. ഇന്നലെ വരെ തൊട്ടടുത്ത് കിടന്ന അമ്മ നാളെ തൊട്ട് ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് കാണാനിടവരാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവില് എന്നോട് ആരെങ്കിലും ലക്ക് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പാരൻസ് ജീവിച്ചിരിക്കുന്ന കാലം പാരൻസ് ഉള്ള മക്കളാണ് ഏറ്റവും ലക്കിയസ്റ്റ് ഫെല്ലോ എന്ന്. അതില്ലാണ്ടായാലാണ് അതിന്റെ വേദന അറിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന കാലഘട്ടമല്ലേ, നിങ്ങൾ സേഫ് ആയിരിക്കും. എന്നവരില്ലാതാവുന്നോ, എന്നവരുടെ പ്രാർത്ഥന നിലക്കുന്നോ, അന്ന് തൊട്ട് നിങ്ങളുടെ ഡൗൺഫോൾ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് തന്നാൽ പോലും നിങ്ങൾ താങ്ക്സ് പറയാറില്ലേ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഇഷ്ടം നിങ്ങൾ കാണിക്കാറില്ലേ? അതുപോലെ തന്നെ ആണോ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ സ്ത്രീയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരുമ്പോഴും, നിങ്ങളെ അവർ ആഗ്രഹിച്ച ഡ്രസ്സിൽ കാണണം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ, അത് നിങ്ങളിപ്പോൾ സാധിച്ചെടുത്തതിനാല് അവരുടെ കാലഘട്ടത്തിന് ശേഷം, അതായത് അവർ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല ലൈഫിൽ. ഇല്ലെങ്കിൽ എനിക്ക് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ, എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള റിഗ്രറ്റില് ലൈഫ് ലോങ് നീറി നിങ്ങൾ ജീവിക്കേണ്ടി വരും. മഞ്ഞ കളർ കറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ കഴിക്കൂല, അതിൽ മോര ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് തൈര് കൂട്ടാണ്ട് ഫുഡ് കഴിക്കില്ല. അപ്പോ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് വേണ്ട, ഞാനത് കഴിക്കൂല, എനിക്കത് ഇഷ്ടമല്ല എന്നിട്ട് തള്ളി കളയുമ്പോ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെ കൊണ്ട് അതിന് പറ്റുമോ? നിങ്ങളെ കൊണ്ട് അവർക്ക് വേണ്ടി എഴുന്നേറ്റിട്ട് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങൾ പറയും അത് അവരുടെ കടമയല്ലേന്ന്. അതുപോലെ നിങ്ങളുടെ കടമയാണ് അവർ ചെയ്തിരുന്ന ഓരോ കാര്യത്തിനും നന്ദി കാണിക്കുക എന്നുള്ളത്. പിന്നെ ഏജായി വരുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുക. അത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ അറിയോ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഗ്രറ്റ് ഇല്ലാണ്ട് ജീവിക്കാം. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറ്റുമെങ്കിൽ എന്നല്ല, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് അത് പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് പറ്റില്ല, നിങ്ങളെ കൊണ്ട് അത്രയും കുഞ്ഞു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലൈഫിൽ ഫെയിലിയർ ആയിരിക്കും. കുറെ പേര് പറയും അത് ചെയ്തില്ലെങ്കിൽ നീ ഫെയിലിയർ ആവും. അല്ല, നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളാണ് ഫെയിലിയർ ആയിട്ടുള്ള പേഴ്സൺ. അവരൊരു ഫുഡ് കൊണ്ട് തന്നാലേ അമ്മ നന്നായിട്ടുണ്ട്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇതിൽ ചേർത്തോന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്ക്, നാവ് ഉള്ളിലിടാതെ അത്ര വലിയൊരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്താ പറയാ, അവരുടെ സന്തോഷം അപ്പോ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിധിയാണ് നിങ്ങളുടെ പാരൻസിന്റെ സന്തോഷം. അതെന്നും കളഞ്ഞു പോവാതെ സൂക്ഷിക്കുക. ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.